ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ വനം മന്ത്രിയുടെ ഇടപെടൽ അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. പാപ്പാന്മാരുടെ ലൈസൻസ് റദ്ദാക്കാൻ ശുപാർശ നൽകിയെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ അഡ്മിനിസ്ട്രേറ്റർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. സൂരജ് സി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, ഏതായാലും ആ വിഷയത്തിൽ അടിയന്തര നടപടികളിലേക്ക് കടക്കുകയാണല്ലേ വനംവകുപ്പ്? തീർച്ചയായും ഗൂഗിൾ ഈ ഗുരുവായൂർ ദേവസ്വം ഈ പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വനം വകുപ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ട് ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. വനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കേസുകൾ നിലവിൽ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പാപ്പാന്മാരുടെ ബന്ധപ്പെട്ട പാപ്പാന്മാരുണ്ട്, അവരുടെ ലൈസൻസും റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ദേവസ്വം ചെയർമാൻ VK വിജയൻ മാഷുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഈ 2 പാപ്പാന്മാർ മാത്രമാണ് ഈ ആനകളെ മർദ്ദിക്കുന്നത്. എന്നാൽ പോലും മറ്റു പാപ്പാന്മാർ ഈ മർദ്ദനം നടക്കുന്ന സമയത്ത് അവിടെ മിണ്ടാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഒരു മൗനാനുവാദമായി കണക്കാക്കേണ്ട സാഹചര്യമാണ്. കാരണം ഇത്രയും വലിയ കൊടിയ പീഡനം നടക്കുമ്പോൾ പോലും അവർ അതിനകത്ത് ഇടപെടാനോ അല്ലെങ്കിൽ ആനയെ സംരക്ഷിക്കുന്ന നടപടിയിലേക്കോ പോയില്ല. അതുകൊണ്ട് തന്നെ 6 പേരും ഒരുപോലെ കുറ്റക്കാർ എന്നൊരു നിലപാടാണ് ദേവസ്വം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വനംവകുപ്പ് മന്ത്രിയുടെ തന്നെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയും ദേവസ്വത്തോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഗൂഗിൾ. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.